റാന്നി നാറാണമൊഴി അത്തിക്കയം ചെറിയ പാലം ഏതു നിമിഷവും നിലം പതിക്കാവുന്ന സ്ഥിതിയിലാണ്. അപകടാവസ്ഥയിലായ ഈ പാലത്തിൻ്റെ മുക്കാൽ ഭാഗവും തിട്ടയിടിഞ്ഞ് പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥയിലാണിപ്പോൾ. റീബിൽഡ് കേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് അത്തിക്കയം SNDP മന്ദിരം കടുമീഞ്ചിറ റോഡ് 3.5 കോടി രൂപ ചിലവഴിച്ച് നിർമ്മിക്കുന്നത്. റോഡിൻ്റെ പണി പൂർത്തിയായെങ്കിലും പാലത്തിൻ്റെ പണി നിന്നുപോയതാണ് ഇപ്പോഴുള്ള ഈ അവസ്ഥയ്ക്ക് കാരണം. അത്തിക്കയം കടുമീഞ്ചിറ റോഡ് 8-9 മാസമായി ഇതുവരെ ഒന്നും ആയിട്ടില്ല. ബൈക്ക് 2 പ്രാവശ്യം ഇവിടെ വീണു. ഭയങ്കര അപകടകരമായ റോഡായി കിടക്കുമായിരുന്നു. കുണ്ടും കുഴിയായി കിടക്കുക, അടി മൊത്തം ഇടിഞ്ഞു കൊണ്ടിരിക്കുക. അപകടാവസ്ഥയിലായിരിക്കുന്ന പാലത്തിലൂടെയുള്ള ഗതാഗതം നിരോധിച്ചിരിക്കുകയാണ്. സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ നിരവധി ആളുകൾ ഈ പാലത്തെ ആശ്രയിച്ച് കടന്നു പോകുന്നവരാണ്. ഇവിടെ അത്തിക്കയം കടുമീഞ്ചിറ ബന്ധിക്കുന്ന ഒരു റോഡാണ്. ഇവിടെ ഇപ്പോൾ ഈ പാലത്തിൻ്റെ ശോചനാവസ്ഥ കാരണം ആൾക്കാർക്ക് സഞ്ചരിക്കുവാൻ കഴിയാതെ, വാഹനങ്ങൾക്ക് സഞ്ചരിക്കുവാൻ കഴിയാതെ തകർന്ന് കിടക്കുന്നത്. റോഡിൻ്റെ കോൺട്രാക്ടർ റോഡിൻ്റെ പണി മൊത്തം കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞു. എന്നാൽ അതിനോട് ബന്ധിപ്പിക്കുന്ന ഈ പാലത്തിൻ്റെ പണിയാണ് നമുക്ക് ഇനിയും ഇവിടെ തീരുവാനുള്ളത്. കഴിഞ്ഞ വെള്ളപ്പൊക്ക സമയത്ത് വെള്ളം താണതിന് ശേഷം ഈ പാലത്തിൻ്റെ പണി ആരംഭിക്കുന്നതാണ് അന്ന് കോൺട്രാക്ടർ ജനങ്ങൾക്ക് നൽകിയ ഉറപ്പ്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഈ പാലത്തിൻ്റെ ഒരു സൈഡ് കഴിഞ്ഞ പ്രാവശ്യം താഴെ പോയി. അതിനുശേഷം ഇപ്പോൾ ഈ മഴയ്ക്ക് ഇതിൻ്റെ ഈ വലത്ത് സൈഡിലും താഴെ പോയി. ജനങ്ങൾക്ക് അപകടം ഏറെ വരുന്നതാണ്. അത്തരൊരു ദുരന്തം വരാതിരിക്കാനുള്ള ക്രമീകരണവുമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി ഞങ്ങൾ തയ്യാറാകുന്നത്. 2018 വെള്ളപ്പൊക്കത്തോടുകൂടി ഈ പാലത്തിന് ബലക്ഷയം സംഭവിച്ചിരുന്നു. തുടർന്ന് ഘട്ടം ഘട്ടമായി പാലത്തിൻ്റെ ഓരോ ഭാഗങ്ങൾ ഇളകി തുടങ്ങി. ഇക്കഴിഞ്ഞ മഴയോടെ ഏതാണ്ട് മുക്കാൽ ഭാഗവും തകർന്ന് വലിയൊരു ദുരന്തത്തിൻ്റെ അവസ്ഥയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. നമ്മുടെ അത്തിക്കയം ചെറുപാലം കഴിഞ്ഞ 2 വർഷമായിട്ട് അവിടെ റീബിൽഡ് കേരളയുടെ നേതൃത്വത്തിൽ അവിടെ റോഡ് പണിയും അതോടൊപ്പം തന്നെ കലുങ്കിൻ്റെ പണിയും കൂടാണ് നടത്തുവാൻ തീരുമാനിച്ചത്. അതിനനുസരിച്ച് കരാറുകാരന് ഒപ്പിടുകയും 3 കോടി സംതിങ് രൂപയുടെയാണ് വർക്ക് ഏറ്റെടുത്തിരുന്നത്. എന്നാൽ ആദ്യമേ തന്നെ സ്കൂളിലും അമ്പലം മറ്റ് സ്ഥാപനങ്ങളൊക്കെ ഉള്ള ഈ റോഡിൻ്റെ പണി ആദ്യമേ തന്നെ നടത്തുകയും, എന്നാൽ ഈ കലുങ്കിൻ്റെ കാര്യത്തിൽ അത്രത്തോളം ഒരു ഉത്തരവാദിത്വപരമായ ഒരു രീതിയല്ല കരാറുകാരൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടായ അതിശക്തമായ മഴയിൽ വീണ്ടും ബാക്കിയുള്ള ഭാഗം കൂടി ഇടിഞ്ഞു താഴുകയും ഇപ്പം ഒരു വിധത്തിൽ കാൽനട യാത്ര പോലും സാധ്യമല്ലാത്ത വിധത്തിലുള്ളൊരു സാഹചര്യമാണ് ഇന്നിവിടെ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടതായ നടപടികൾ എത്രയും പെട്ടെന്ന് ഉണ്ടാകണമെന്നാണ് നമ്മൾ MLA ഒക്കെ അറിയിച്ചിരുന്നു. പാലത്തിൻ്റെ പണി എത്രയും വേഗം ആരംഭിക്കണമെന്ന് കരാറുകാരനോട് പലതവണ ആവശ്യപ്പെട്ടെങ്കിലും നടപടിയൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. യാത്രക്കാർ തന്നെ കിലോമീറ്ററുകളോളം ഇവിടുന്ന് കറങ്ങി തിരിഞ്ഞ് കടുമീഞ്ചിറ വഴി പോയി വേണം അത്തിക്കയം സ്റ്റാൻഡിൽ എത്തിച്ചേരുവാൻ. വളരെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ അധികാരപ്പെട്ടവരുടെ അടിയന്തരമായ ശ്രദ്ധ ഉണ്ടായെങ്കിൽ ഇത് സാധ്യമാകത്തുള്ളൂ. പഞ്ചായത്തിന് പറ്റുന്ന കാര്യങ്ങളല്ലാത്തതുകൊണ്ട് പഞ്ചായത്തുകൾ നിരന്തരം സമരം ചെയ്യാനും മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാനൊക്കെ പറ്റത്തുള്ളൂ. എന്നാൽ അധികാരികളുടെ അടിയന്തരമായ ശ്രദ്ധ ഉണ്ടാകുവാനും കരാറുകാരൻ ഇത് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ ഈ കരാറുകാരനെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തി മാറ്റിക്കൊണ്ട് മറ്റു പുതിയ കരാറുകാരനെ കണ്ടെത്തുവാനുള്ള നടപടിക്രമങ്ങൾ അധികാരപ്പെട്ട സ്ഥലത്തുനിന്ന് ഉണ്ടാകണമെന്നാണ് പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് പറയാൻ. എന്നാൽ റീബിൽഡ് കേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതിനാൽ കരാറുകാരൻ ഇതിൻ്റെ പണി ഏറ്റെടുത്ത് പൂർത്തീകരിക്കുകയോ അല്ലെങ്കിൽ ഇപ്പോഴുള്ള കരാറുകാരനെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തി പുതിയ കരാറുകാരെ ഏൽപ്പിക്കുകയോ ചെയ്ത് എത്രയും വേഗം ഈ പാലത്തിൻ്റെ നിർമ്മാണം ആരംഭിച്ച് അത് പൂർത്തീകരിച്ച് ഗതാഗത യോഗ്യമാക്കി തീർക്കുവാൻ ബന്ധപ്പെട്ട അധികാരികൾ എത്രയും വേഗം നടപടികൾ സ്വീകരിക്കണം. നാറാണമൊഴി ഗ്രാമപഞ്ചായത്തിൽ നിർമ്മിക്കുന്ന സുപ്രധാനമായ പാതയിലെ അത്തിക്കയത്തിനോട് ചേർന്നുള്ള പാലമാണിപ്പോൾ അപകടാവസ്ഥയിലായിട്ടുള്ളത്. ആ റോഡിൻ്റെ നിർമ്മാണം ആരംഭിച്ചപ്പോൾ തൊട്ടടുത്തുള്ള വിദ്യാലയത്തിൻ്റെ ആവശ്യമായിരുന്നു ആദ്യഘട്ടത്തിൽ പാലം പൊളിക്കാൻ പാടില്ല എന്നത്. വിദ്യാർത്ഥികളുടെ യാത്രാ സൗകര്യം മാനിച്ചുകൊണ്ടാണ് അന്ന് അങ്ങനെയൊരു തീരുമാനമെടുത്തത്. എന്നാൽ പദ്ധതിയുടെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ മറ്റ് സ്ട്രെച്ചുകളിലുള്ള പ്രവൃത്തികൾ പൂർത്തീകരിച്ചെങ്കിലും പാലം പൂർത്തീകരിക്കാൻ കരാറുകാരൻ സമയബന്ധിതമായി നടപടി സ്വീകരിച്ചിട്ടില്ല. ഇപ്പോൾ പാലം കഴിഞ്ഞ ദിവസം പെയ്ത കനത്ത മഴയിൽ വശത്തുള്ള DR കൂടി തകർന്നതോടെ ഇരുവശത്തുമുള്ള കെട്ടുകൾ തകർന്ന് അപകടാവസ്ഥയിലാണ്. പ്രോജക്റ്റ് ഡയറക്ടർ ഇന്നലെ കരാറുകാരനെ ഈ നിയമ നടപടിയിലേക്ക് പോകുന്നു എന്ന് കണ്ടപ്പോൾ കരാറുകാരൻ തന്നെ പ്രോജക്റ്റ് ഡയറക്ടറെ ഇന്നലെ നേരിട്ട് കണ്ടിട്ടുണ്ട്.
അതിവേഗം നിർമ്മാണം ആരംഭിക്കാം എന്ന ഉറപ്പ് നൽകിയിട്ടുണ്ട്. ആ ഉറപ്പ് പാലിച്ച് ഒരാഴ്ചക്കുള്ളിൽ നിർമ്മാണം ആരംഭിക്കുന്നില്ല എങ്കിൽ കരാറുകാരനെ കരിമ്പട്ടികയിൽപ്പെടുത്തി വിവിധ തരത്തിലുള്ള റിസ്ക് ആൻഡ് കോസ്റ്റിൽ ടെർമിനേറ്റ് ചെയ്ത് എല്ലാ വിധത്തിലും അയാളിന് പിഴ അടക്കം ഈടാക്കുന്നതിനുള്ള കർശനമായ നിയമനങ്ങളിലേക്ക് പോകണം എന്നുള്ള നിർദ്ദേശം ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുണ്ട്. ഈ ഒരു സമയമാണ് നമുക്ക് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയുന്നത്. ആ പ്രദേശത്തെ ജനങ്ങളെ സംബന്ധിച്ച് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിദ്യാർത്ഥികൾ, മറ്റുള്ളവർ എല്ലാവർക്കും പ്രയാസമുണ്ടാക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് പാലത്തിൻ്റെ പുനർനിർമ്മാണം ആരംഭിക്കണം എന്നുള്ള ആവശ്യം ജനങ്ങളുടെ ഭാഗത്തുനിന്നുമുണ്ട്. അതിവേഗം ഇക്കാര്യം പൂർത്തീകരിക്കാൻ MLA മുൻകൈയെടുത്തു. അത്തിക്കയം നിവാസികളും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും മറ്റൊരു ദുരന്തത്തിലൂടെ സാക്ഷ്യം വഹിക്കേണ്ടി വരും. സിറ്റി ന്യൂസ്, റാന്നി.